ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ മധുരയിൽ നിന്ന് പിന്നെ നേരെ പോയത് തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. കാരണം നമുക്ക് മധുരയിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിനില്ല തഞ്ചാവൂർക്ക്. അപ്പോൾ തഞ്ചാവൂർക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരുച്ചിറപ്പള്ളി ഇറങ്ങിയിട്ട് വേണം മാറിക്കറാൻ. തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ ഞാൻ ഇതുവരെ ലൈഫിൽ പോയതിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ. കാരണം നല്ല വൃത്തിയുണ്ട്, ഒരു നല്ല റിട്ടയറിംഗ് റൂമൊക്കെ ആയിട്ട് നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു കേട്ടോ തിരുച്ചിറപ്പള്ളി. നല്ല ക്ലീൻ ആയിരുന്നു. അവിടുന്ന് ഞങ്ങൾ എന്നിട്ട് തഞ്ചാവൂർ ട്രെയിനിൽ കയറി. ഈ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ ലാസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് പിന്നെ നമ്മളൊരു റൂമൊക്കെ എടുത്തിട്ട് നമ്മൾ ChatGPT ചോദിച്ചിട്ടാണ് അങ്ങനെ ഒരു വല്ലി എന്ന് പറയുന്നൊരു റൂം എടുത്തു. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. അതും ഇതുപോലെ തന്നെ റിവ്യൂസൊക്കെ നോക്കിയിട്ട് അവിടെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെ ഒരു ആര്യഭവനിലേക്കാണ് പോയത്. അവിടെ നല്ല നല്ല വെജ് മീൽസ് കിട്ടും. ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ നമ്മൾ കഴിച്ചു, കുറേ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ നേരെ പോയത് കുംഭകോണത്തേക്കാണ്. കാരണം തഞ്ചാവൂരേക്ക് അന്ന് തന്നെ പോകുമ്പോൾ സൺഡേ ആണ്, അപ്പം നല്ല തിരക്കായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ നേരെ കുംഭകോണത്ത് പോയിട്ട് അവിടെ ഒരു ഐരാവതേശ്വര ക്ഷേത്രമുണ്ട്, അവിടേക്കാണ് നമ്മൾ പോയത്. കുംഭകോണത്തേക്ക് നമുക്ക് ട്രെയിനിന് പോവാം, ഇല്ലെങ്കിൽ തഞ്ചാവൂരിൽ നിന്ന് ബസ്സും ഉണ്ട് കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 10 രൂപ ടിക്കറ്റേ ഉള്ളൂ കുംഭകോണം ഈ ഐരാവതേശ്വര അമ്പലത്തിലേക്ക്. സത്യം പറഞ്ഞാൽ ഒരു അമ്പലത്തിൻ്റെ ഫീലല്ല ഇവിടെ. ഈവനിങ് ഒക്കെ എല്ലാവരും വന്നിരിക്കുന്ന ഒരു പാർക്ക് പോലെയൊക്കെ ഉണ്ട്. ഞാൻ ഈ ധാവണയൊക്കെ എടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് പോയപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ഇതെന്താ അവിടെ സംഭവം. ശരിക്കും പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു പശുക്കളുണ്ട്. അപ്പം അമ്പലത്തിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ മുകളിൽ തന്നെ ഒരുപാട് പശുക്കളെ ഒരു ശില്പങ്ങളുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു പശുവിനെ സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കണം ഈ അമ്പലത്തിൻ്റെ ഒരു മെയിൻ മോട്ടീവ്. അതുകൊണ്ട് അവിടെ ചുറ്റുപാടിനും പശുക്കൾ ഒരുപാടുണ്ടായിരുന്നു. അമ്പലം കാണാൻ ശരിക്കും പറഞ്ഞാൽ ഈ തഞ്ചാവൂരൊക്കെ ഉള്ള അമ്പലം പോലെ തന്നെ നമ്മൾ റീൽസിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര പീസ്ഫുള്ളായിട്ടൊരു അമ്പലമാണ്. ഒരു റെസ്ട്രിക്ഷൻസും ഒന്നുമില്ലാത്ത, എല്ലാവരും ഭയങ്കര കൂളായിട്ട് നടക്കുന്നൊരു അമ്പലം. കുട്ടികൾ അതിനകത്തുനിന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. തട്ടുകൊട്ടിട്ടുള്ള മുസ്ലിങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ? അവരൊക്കെ അവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമുക്ക് ഏത് ആംഗിളിൽ നിന്ന് എവിടെ വേണമെങ്കിലും ഫോട്ടോ എടുക്കാം. എല്ലാവരും അതിനകത്ത് കയറി അവരവരുടെ സൗകര്യത്തിന് ഇഷ്ടത്തിന് അമ്പലത്തിൻ്റെ ഓരോ കോർണറിൽ പോയിരുന്നിട്ട് നല്ല രീതിയിൽ അവരുടെ ഒരു പീസ്ഫുൾ വൈബ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിനകത്ത് നമ്മൾ കയറി തൊഴുതു. അത് കഴിഞ്ഞിട്ട് പുറത്ത് മാത്രം നമ്മൾ ശരിക്കും വീഡിയോ എടുത്ത്, വേണമെങ്കിൽ അകത്തുനിന്ന് വീഡിയോ എടുത്തെങ്കിൽ പോലും ആരും ഒന്നും പറയാത്ത ഇരിക്കുന്ന, മീൻസ് അങ്ങനെ വലിയൊരു ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാത്ത ഒരു അമ്പലമായിട്ട് എനിക്കിത് തോന്നിയത്. റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല അവിടെ. നമുക്ക് സുഖമായിട്ട് അവിടെ നിന്ന് എവിടെ നിന്ന് എങ്ങനെ വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും അവിടെ ഇരിക്കാം. പിന്നെ ചുറ്റും കണ്ടില്ലേ, കയറി വരുമ്പോൾ തന്നെ പുല്ലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അപ്പം നമുക്ക് ഈവനിങ് ടൈം നല്ല പീസ്ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ കുംഭകോണത്തുള്ള ഐരാവതേശ്വര ക്ഷേത്രം. ഇതും യുനെസ്കോൻ്റെ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. അത്രയും നല്ല കൊത്തുപണികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതും യുനെസ്കോൻ്റെ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇതുപോലെ ഒരു കായ്ക്കുന്നൊരു മരം ഉണ്ടായിരുന്നു. എന്ത് മരം എന്ന് കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മരം ശരിക്കും അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പുരാണങ്ങളിലൊക്കെ ഉള്ള പോലെ എന്തോ ഒരു വിശേഷപ്പെട്ട മരമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു മരമൊക്കെ അവിടുന്ന് കണ്ടു. അപ്പോൾ അവിടുന്ന് ഇതുപോലെ കുട്ടികൾക്ക് ബോളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അവിടുന്ന് ബോളൊക്കെ വെച്ച് കളിക്കുകയായിരുന്നു. അവർ ഹാപ്പി, നമ്മൾ ഹാപ്പി. കാരണം അവർക്ക് ഇതുപോലെ കളിക്കാനൊരു സ്ഥലം കിട്ടി, നല്ലൊരു ചുറ്റുപാടും കുറേ കല്ലൊക്കെ വെച്ചിട്ട് നല്ലൊരു പീസ്ഫുൾ അന്തരീക്ഷത്തിൽ കളിക്കാനുള്ളൊരു സൗകര്യം അവർക്കും കിട്ടിയിട്ടോ. അപ്പോൾ ഈവനിങ് ആയപ്പോൾ നല്ല ഭംഗിയായിരുന്നു ആകാശത്തിൽ ആ അമ്പലം ബാക്ക്ഗ്രൗണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ കുംഭകോണത്തുള്ള ഒരു ഡിഗ്രി കോഫി കുടിക്കാനാണ് പോയത്. അത് ഞാൻ റീൽസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കുംഭകോണത്തെ സ്പെഷ്യലാണ് ഡിഗ്രി കോഫി. അവിടെ പോയിട്ടുണ്ടെങ്കിൽ ആരും ഇത് മിസ് ചെയ്യാൻ പാടില്ല. കാരണം അതും കുംഭകോണത്തിൻ്റെ ഒരു ഐക്കോണിക് എന്ന് പറയുന്നൊരു ഫുഡ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഈ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു കോഫി ഷോപ്പിൽ നിന്നാണ് കഴിച്ചത്. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ചോദിച്ചറിഞ്ഞിട്ട് ബസ് കയറിയപ്പോൾ അവിടെ ഒരു താത്ത പറഞ്ഞ സ്ഥലമാണത്. അപ്പോൾ അതും കഴിച്ചിട്ട് നമ്മൾ നേരെ തഞ്ചാവൂർക്ക് ബസ്